അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ പൊതുപരീക്ഷയ്ക്കും ജനറൽ പരീക്ഷയ്ക്കും വേണ്ടി എങ്ങനെയാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സമസ്ത.in എന്നൊക്കെ പറഞ്ഞ് സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും, ഈ നമ്മളെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ മദ്രസ രജിസ്റ്റർ ഏറ്റവും മേലെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡും അതുപോലെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. നമ്മൾ ഓൾറെഡി ഇവിടെ അടിച്ച് വെച്ചതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കുട്ടികൾ പുതിയതായിട്ട് മദ്രസയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സിംഗിൾ എൻട്രി ഫോം ക്ലിക്ക് ചെയ്തിട്ട് ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ഇവിടെ കുട്ടീൻ്റെ നെയിം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, പുതിയ കുട്ടീനെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ കുട്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് നെയിം ഉണ്ട്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കുട്ടിനെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ പട്ടികയിൽ നിന്ന് ഒരു കുട്ടി നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആൾ അഡ്മിഷൻ എടുക്കുക. ആൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഏത് ക്ലാസ്സിൽ നിന്നാണോ നമുക്ക് ഒഴിവാക്കാനുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് 5ാം ക്ലാസ് എടുക്കാം. നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇതിലിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും കുട്ടികളെ ക്യാൻസൽ. ഈ ക്യാൻസലിൽ നമുക്ക് ഒഴിവാക്കേണ്ട കുട്ടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ അടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇതിൽ നിന്നും പുറത്തു പോകും. ആ കുട്ടി പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല. ഇതിൽ ലാസ്റ്റ് നിന്ന് മുകളിൽ കാണുന്ന വെരിഫൈ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നത് വെരിഫൈ ചെയ്യാതെ നമ്മൾ അപ്ലിക്കേഷൻ ഫോർ എക്സാമിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കാണാം. ഇവിടെ ഒരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. മദ്രസിൻ്റെ വെരിഫൈ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൽ പോയി നമ്മൾ വെരിഫൈ ചെയ്യുക തന്നെ വേണം. അതിന് ശേഷം നമുക്ക് എക്സാമിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്കത് വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടി അപ്ലൈ ഫോർ എക്സാമിനേഷൻ, അതിന് മേലെ കാണുന്നത് ഏറ്റവും അടിയിലുള്ളതിൻ്റെ തൊട്ട് മേലുള്ളത് വെരിഫൈ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മദ്രസിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ ഇവിടെ വരും. 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, 2ാം ക്ലാസ്സിൽ എത്ര കുട്ടികൾ, 4, അങ്ങനെ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളെയും എണ്ണങ്ങളും കാര്യങ്ങളും ഇവിടെ വരും. ഇനി നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ക്ലിക്ക് ടു വെരിഫൈ നൗ എന്ന് പറഞ്ഞെടുത്ത് ആ നീല കളറിൽ കാണുന്നിടത്ത്, ബ്ലൂ കളറിൽ കാണുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെരിഫൈ ചെയ്യുക ഓരോ ക്ലാസ്സുകളും. അപ്പോൾ ഇനി നമ്മൾ വെരിഫൈ ചെയ്യാണ്, ഓരോ ക്ലാസ്സിൻ്റെയും നമ്മൾ വെരിഫൈ ചെയ്യാണ്. ക്ലിക്ക് ടു വെരിഫൈ. അപ്പോൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ വെരിഫൈ ചെയ്ത് വരും. അപ്പോൾ ഓരോ ക്ലാസ്സും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണം, ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 ക്ലാസ്സിൻ്റെ വെരിഫൈ, 3ാമത്തെ ക്ലാസ്, അങ്ങനെ ഓരോന്നും ക്ലിക്ക് ടു വെരിഫൈ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഫുള്ള് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്റ്റെപ്പ് 2 വെരിഫൈ മുഅല്ലിം രജിസ്ട്രേഷൻ. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് മുഅല്ലിമീങ്ങൾ 3 ആളാണെന്നുള്ള ഇവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ മുഅല്ലിം ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ കാണാം. അതും കഴിഞ്ഞു. മുഅല്ലിമീങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം അതവിടെ ഓൾറെഡി വെരിഫൈ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ മാനേജ്മെൻറ്റാണ്. 3ാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ കാണാം മാനേജ്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വേണ്ടത്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു. സബ്മിറ്റ് കൊടുത്തപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വന്നു. നമ്മളെ മദ്രസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്ത് വെക്കാം. അതിനിവിടെ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ മദ്രസ കുട്ടികളെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പരീക്ഷൻ്റെ സെക്ഷനിലേക്ക് കടക്കാൻ പോകണം. PDF ആകുമ്പോൾ ഈ രൂപത്തിൽ വരും. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ, മൊത്തം മദ്രസയിലെ കുട്ടികൾ ഈ രൂപത്തിലാണ് വരിക. ഇനി നമ്മുടെ മദ്രസൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മളെ മാനേജിൻ്റെ സബ്മിറ്റിൻ്റെ അടിയിൽ കാണാം ആൾ ഡേറ്റ വെരിഫൈഡ് എന്നുള്ള, അതിൽമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മദ്രസൻ്റെ ഡീറ്റെയിൽസ്, അതായത് മദ്രസ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് അത് വരും. ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട്, അതുപോലെ കമ്മിറ്റി ഭാരവാഹികളാണ് താഴത്തെ കോളത്തിൽ കാണുന്നത്, ഇങ്ങനെയും കിട്ടും. ഇത് നമ്മൾ PDF എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മദ്രസയിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയും.
അപ്പോൾ ഇനി നമ്മൾ സാധാ പരീക്ഷയ്ക്കുള്ള വാർഷിക പരീക്ഷയ്ക്കുള്ള അപേക്ഷയാണ് നോക്കണം. ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ പരീക്ഷ സെലക്ട് ചെയ്യുന്നു. ആനുവൽ എക്സാം 2022-23 ജനറൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ പ്രോസസ്സർ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ രീതിയിൽ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഡ് സ്റ്റുഡൻസ് ഫോർ അഡ്മിഷൻ രജിസ്റ്റർ, അതായത് ആ ബ്ലൂവിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഓരോ കുട്ടികളും മദ്രസയിൽ എത്ര കുട്ടികളുണ്ട് പരീക്ഷ എഴുതാൻ ആ കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിയർ ആയതിന് ശേഷം പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ നമ്മൾ ആഡ് ആൻഡ് സേവ് കൊടുക്കുന്നു. ആഡ് ആൻഡ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരും. എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും ഇവിടെ വന്നു. ഫുൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് വന്നു. ഇനി ഇവിടുന്ന് ഏതെങ്കിലും കുട്ടികളെ നമുക്ക് ഒഴിവാക്കാണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പരീക്ഷയിൽ നിന്ന് ഒഴിവാകും. ഇനി നമ്മൾ പ്രോസസ്സർ ടു സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ മദ്രസൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു. ഡീറ്റെയിൽസുകൾ മൊത്തമായിട്ട് വന്നു. ഓരോ ക്ലാസ്സിൽ കുട്ടികൾ എത്ര കുട്ടികളുണ്ട് എല്ലാ കാര്യങ്ങളും, മദ്രസൻ്റെ ഡീറ്റെയിൽസ്, സെക്രട്ടറി, പ്രസിഡൻറ്റ്, എല്ലാ കാര്യങ്ങളും വന്നു. സദർ ആരാണെന്നുള്ള വിഷയങ്ങൾ, മദ്രസയിൽ ഇപ്പോൾ എത്ര നമുക്ക് എമൗണ്ട് അടക്കാനുണ്ട് അതൊക്കെ ഇപ്പോൾ ഇവിടെ വരും. ഇനി നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഫുൾ ഡീറ്റെയിൽ ക്ലിയറായി. ഇപ്പോൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ്. അടിഭാഗത്തുണ്ട് മുകളിലും ഉണ്ട്. അപ്പോൾ പ്രിൻ്റ് ആൻഡ് ഡൗൺലോഡ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നു. PDF ആയിട്ട് എത്ര കുട്ടികളുണ്ട്, മൊത്തം എത്ര കുട്ടികൾ, എത്ര എമൗണ്ട് അടക്കേണ്ടത്, ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നു. ഇനി നമുക്ക് പൊതുപരീക്ഷയിലേക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ PDF മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കുക. അപ്പോൾ ഇനി നമ്മളിപ്പോൾ വെരിഫൈൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അപ്ലൈ ഫോർ എക്സാമിനേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പൊതുപരീക്ഷൻ്റെ ഫസ്റ്റത്തതാണ് പൊതുപരീക്ഷ, പബ്ലിക് എക്സാമിനേഷൻ 2023 മാർച്ച്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കാണാം ഇവിടെ ഈ രൂപത്തിൽ വരും. ഇതിൽ നമ്മൾ ആഡ് സ്റ്റുഡൻസ് ഫോർ അഡ്മിഷൻ രജിസ്ട്രേഷൻ, കുട്ടികളങ്ങോട്ട് ആഡ് ചെയ്യാണ്. മൊത്തത്തിൽ നമ്മൾ കുട്ടികളെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് സ്റ്റുഡൻസ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അടിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ലാസ്റ്റിൽ കാണാം സേവ്, ആഡ് ആൻഡ് സേവ്. അങ്ങനെ നമ്മളത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരും. അപ്പോൾ ഇവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഒക്കെ അവിടെ. ഇനി നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ക്ലിയർ ആയി. ഇനി നമ്മൾ പ്രോസസ്സ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ആ രീതിയിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഓറഞ്ച് കളർ കാണുന്നതിൽ അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും മദ്രസ ഡീറ്റെയിൽസാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ പൊതുപരീക്ഷയ്ക്ക് 5-ൽ 7 കുട്ടികൾ, 7-ൽ 10 കുട്ടികൾ, 10-ൽ 3, 12 +2-ൽ 5 കുട്ടികൾ, ഈ രീതിയിൽ വരും. അവരുടെ ഫീസും കാര്യങ്ങളും ടോട്ടൽ എത്ര ഫീസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ വന്നു. അപ്പോൾ എല്ലാം ഇപ്പോൾ ഡീറ്റെയിൽ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, മൊത്തത്തിലുള്ള ഒരു ഫീസും കാര്യങ്ങളും. ഇനി എന്ത് ചെയ്യാം, വെരിഫൈ ഇൻഫർമേഷൻ ആൻഡ് സബ്മിറ്റ് അത് ക്ലിക്ക് ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, ഇപ്പം എന്തായി, നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മദ്രസൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, കുട്ടികളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിൽ പൊതുപരീക്ഷയ്ക്ക് പോകേണ്ട ഉസ്താദുമാരെ രജിസ്റ്റർ ചെയ്യാണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ ഇപ്പോൾ നമ്മളെ ഈ കൊടുക്കുന്ന മദ്രസയിൽ ഒരു മുഅല്ലിമിനെ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ വേറെ മദ്രസ കൂടുതൽ കുട്ടികളുള്ള മദ്രസയാണെന്നുണ്ടെങ്കിൽ 2 മുഅല്ലിം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു മുഅല്ലിമിനെ നമുക്കതിൽ ആഡ് ചെയ്യാനുള്ളത്, അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. അത് നമ്മൾ ആഡ് സൂപ്പർവൈസർ ഫ്രം മുഅല്ലിം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആഡ് സൂപ്പർവൈസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വരിക. ഇതിൽ സെലക്ട് മുഅല്ലിം എന്ന് കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമ്മുടെ മദ്രസയിൽ 3 മുഅല്ലിമാണുള്ളത്. അതിൽ ഏത് മുഅല്ലിമാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ മുഅല്ലിമിനെ എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ മിസ്ബാഹിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തു, സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്കുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ചെയ്ത് കഴിഞ്ഞു.
കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസുകളും പരീക്ഷയ്ക്ക് സൂപ്പർവൈസറായിട്ട് പോകുന്ന കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ചെയ്തു. ഇനി നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റ് ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഇതോടെ എന്ത് ചെയ്തു, നമ്മളെ പരീക്ഷൻ്റെ ഡീറ്റെയിൽസുകൾ ഫുള്ളായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇതാ ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ നമ്മുടെ മുഅല്ലിമിൻ്റെ ഫോട്ടോ അതിൽ വരും, എല്ലാ കാര്യങ്ങളും അതിൽ വരും, എത്രയാണ് എമൗണ്ട് അടക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് വന്നു. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ഇനി ഇത് മേലെ PDF എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, PDF എടുത്താൽ മതി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇത് മൊത്തത്തിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുക. ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും പരീക്ഷ എഴുതണേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.